ഹലോ ഗായ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് എക്സ്പയറി ഡേ ആണ്. നമുക്ക് അധികം ട്രേഡുകളൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയ ട്രേഡുകളൊന്നും നമുക്ക് അത്രയും ഫുൾ ടാർഗറ്റിക്കൊന്നും പോയിട്ടില്ല. ഒന്നും നമുക്ക് മിനിമം ടാർഗറ്റുകളാണെന്ന് ബുക്ക് ചെയ്യാൻ പറ്റിയേക്കുന്നത്. അല്ലാണ്ട് അതിനും മാത്രം ടാർഗറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല. 1:1 1:2 ഒക്കെയാണ് നമുക്ക് വന്നേക്കണത്. മനസ്സിലായില്ലേ? നിങ്ങൾ കറക്റ്റായിട്ട് ട്രേഡിങ് പഠിച്ചിട്ടൊക്കെ ചെയ്യാൻ നോക്കുക. ട്രേഡിങ് വളരെ സിമ്പിളാണ്. അത് പക്ഷേ പഠിക്കണം നന്നായിട്ട്. നിങ്ങൾക്കൊരു ട്രേഡ് എടുക്കണം ചെയ്യണം എന്നുള്ള സെറ്റപ്പിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അതിൻ്റെ ബിഗിനിങ് സ്റ്റേജുകൾ, ട്രേഡിങ് എന്താണ് ഓപ്ഷൻ ചെയിൻ എന്താണ്, ഓപ്ഷൻ ഗ്രീക്സ് എന്താണ്, ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണ്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ടൊക്കെയും ട്രേഡിലേക്ക് ഇറങ്ങുക. അപ്പോൾ ഇത്തിരി ക്ലാരിറ്റി ഉണ്ടാവും ട്രേഡ് ചെയ്യുമ്പോൾ. എന്നിട്ട് നിങ്ങൾ എക്സ്ട്രീം കണ്ടീഷൻസ്ക്ക് പഠിക്കുക. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. അത് നിങ്ങളുടെ കൊല്ലങ്ങളോടുള്ള പ്രയത്നം കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഈസി ആയിട്ടുള്ള സ്ട്രാറ്റജി എവിടെയും ഇല്ല. ഈസി ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും എവിടെയില്ല. നമ്മൾ തന്നെ നമ്മുടെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. ഞാൻ ജസ്റ്റ് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ. നമുക്ക് എന്തായാലും ഒന്ന് ഞാൻ അടുത്ത ട്രേഡിലേക്കൊക്കെ പോവാം. ഫസ്റ്റ് നമുക്ക് ആക്റ്റീവ് വേണ്ടായിരുന്നത് 50-300 PE-യിലാണ്. 50-300 PE 741-നാണ്. 741.95 ഞാൻ കൊടുത്ത പ്രൈസ്. 741.95 നമ്മുടെ പ്രൈസ് വരുന്നത്. ആ പ്രൈസിൻ്റെ മുകളിൽ ബയേഴ്സ് ക്ലോസ് ചെയ്യണം, സെല്ലേഴ്സ് ആ പ്രൈസിൻ്റെ മുകളിൽ റിജക്റ്റ് ആക്കണം. പിന്നെ ഡയറക്റ്റ്ലി എൻട്രി ഒന്നെങ്കിൽ അടിയിൽ നിന്ന് എടുക്കുക അല്ലെങ്കിൽ ലിമിറ്റിൽ നിന്ന് എടുക്കുക. ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ചെയ്യുക. ഇത് നമുക്കൊരു 50 പോയിൻറ്റിൻ്റെ മൂവ്മെൻ്റാണ് ഇതിൽ കിട്ടിയേക്കണത്. അവർ 50 പോയിൻ്റ് അതിൽ പറയണുള്ളൂ കേട്ടോ. 50 പോയിൻ്റ് ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ. പിന്നെ നമുക്ക് ആക്റ്റീവായ ട്രേഡ് 23,650 PE-യിലാണ്. സിനാരിയൊക്കെ സെയിം തന്നെയാണ്. ബയേഴ്സോടെ ക്ലോസ് ചെയ്യണം, സെല്ലേഴ്സോടെ റിജക്റ്റ് ആക്കണം, ലിമിറ്റിൽ നിന്ന് എടുക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം അതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ബയേഴ്സോടെ ക്ലോസ് ആക്കി, സെല്ലേഴ്സോടെ റിജക്റ്റ് ആക്കി, ആക്റ്റീവായ ട്രേഡ്. പിന്നെ അതൊരു ക്യാനിലുണ്ട്. ഇത്രയും വലിയൊരു ക്യാനിൽ വരുന്നുണ്ട് അതിൻ്റെ ഒരു വിക്ക് പോലെ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊന്നും നിങ്ങൾ എൻട്രി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ക്യാൻഡിൽസ് അടിയിലേക്ക് എത്തട്ടെ എന്നുകൊണ്ട് വിചാരിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഇവിടെ സെല്ലേഴ്സ് കിട്ടി നമുക്ക് ചാടി കയറാൻ പറ്റിയില്ല, ഇത്തിരി മുകളിലാണ് പ്രൈസ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യുക. ആ പ്രൈസ് അടിയിലേക്ക് വരട്ടെ എന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ലിമിറ്റിൽ അത് കിട്ടും. മനസ്സിലായില്ലേ? നിങ്ങൾ ചാടി കയറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ നമ്മളെ കണ്ടീഷൻസിക്ക് എല്ലാതും വരും. ആ ടൈമിൽ നമ്മൾ എൻട്രി എടുക്കുക. നമുക്ക് കാണുമ്പോൾ അറിയാം 1:3 കിട്ടിയിട്ടുള്ള ട്രേഡാണത്. 23,650 PE 1:3 ആണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1:2 ഒക്കെ ഞാൻ പറയണുള്ളൂ. ഈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്റ്റ്ലി പോയ ഈ ക്യാൻഡിൽസ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇട്ടിട്ട് ഇവിടെ വരെ ഇതൊരു ഡയറക്റ്റ്ലി പോയിട്ടുള്ള ക്യാൻഡിൽസാണ്. അപ്പോൾ ഒരു 1:2 ആണ് അവിടെ ക്രിയേറ്റ് ആയിക്കണത്. 1:2 പറയാം നമുക്ക്. ഓക്കെ, ടാർഗറ്റുകളൊന്നും ഇല്ല കേട്ടോ ഒന്നും. പിന്നെ നമുക്ക് ആക്റ്റീവായ ട്രേഡ് 23,600 PE-യിലാണ്. നിങ്ങൾ നോക്കുക, ബയേഴ്സ് ക്ലോസ്, സെല്ലേഴ്സ് ബോഡി ക്ലോസ് നമ്മുടെ ലെവലിൻ്റെ മുകളിൽ ചെയ്തു. പിന്നെ കറക്റ്റ് നമുക്ക് ലിമിറ്റിൽ നിന്ന് കിട്ടും. അല്ലെങ്കിൽ ജസ്റ്റ് തൊട്ട് ഈ ഇവിടെ സെല്ലേഴ്സിൽ ക്ലോസ് ആക്കി നമ്മുടെ വില എത്രയാണ്? 34.85. അപ്പോൾ സെല്ലേഴ്സ് ക്യാനിൽ ക്ലോസ് ചെയ്തേക്കുന്ന ബോഡി ക്ലോസ് വന്നാൽ 35.20. അല്ലെങ്കിൽ ഗ്രീൻ ക്യാനിൽ വന്നാൽ 35.60. അപ്പോൾ അവിടെ എടുക്കുക. നിങ്ങൾ ഒരു പോയിൻറ്റ് വ്യത്യാസമുള്ള അവിടെ എടുക്കുക. ഇത് നമുക്കൊരു 1:1 ആക്റ്റീവ് ആയിരിക്കണത് കേട്ടോ. 34 നിന്ന് 48 വരെ ഒരു 14 പോയിൻറ്റിൻ്റെ മൂവ്മെൻ്റാണ് അവിടെ കിട്ടിയേക്കണത്. അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് ഇന്ന് ഞാൻ എടുത്തേക്കണത്. പിന്നെ ഇതിൽ ലോജിക്കും മാജിക്കും ഒന്നുമല്ല, നമ്മളുടെ ഒരു വ്യൂ ആണ് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണത്. മനസ്സിലായില്ലേ? ഇതുവരെ നിങ്ങൾ പഠിച്ച സ്റ്റൈലൊന്നും അല്ല അത്. ഇതെൻ്റെ വ്യൂവിൽ വരുന്ന എൻ്റെ എൻട്രികളാണ്. ഇതിൽ പ്രത്യേകിച്ചൊന്നും എനിക്ക് ക്ലെയിം ചെയ്യാനൊന്നുമില്ല. ഞാൻ എന്താണ് അവിടെ നിർത്തി എവിടെ നിർത്തിയെന്ന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ആവശ്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ ഒരു വ്യൂ ആണ്. എനിക്കത് ഓക്കെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കത് ഓക്കെയാണ്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പിന്നെ എന്താ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ സ്ട്രാറ്റജി നല്ലതാണ്. ഇതിൽ വേറെ ഇൻഡിക്കേറ്റേഴ്സും ഒന്നും യൂസ് ചെയ്യണില്ല. നമ്മൾ ജസ്റ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രം നോക്കിയിട്ടുള്ള ട്രേഡിംഗ് ആണ് ഇതൊക്കെ. നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രം നോക്കിയിട്ടും നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് വരുന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു മെത്തേഡാണ് നല്ലത് എപ്പോഴും. അപ്പോൾ അത്രയൊക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഓക്കെ, ബൈ.